ഡിഗ്രി മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, എത്ര സമയം ഇനി നിങ്ങളുടെ മുൻപിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ എക്സാമിന്റെ ഡേറ്റ് ആണ് നിലവിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കൊന്ന് പരിശോധിക്കാം. മക്കളെ, ഈ ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. പക്ഷേ ഇതുവരെ ആയിട്ടും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല. ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് PSCയുടെ പത്രക്കുറിപ്പിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ അഡ്വൈസ് നോക്കിയാൽ എത്ര മാർക്ക് വേണം മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം? ഇപ്പൊ അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിൽ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിൽ ലാസ്റ്റ് അഡ്വൈസ് വന്നത് 11/3/2024 അതായത് ഇനിയും 2027 മൂന്നാം മാസം റാങ്ക് ലിസ്റ്റ് അവസാനിക്കണം. ഒരു 8-9 മാസം കൂടി, അല്ലെ, 9-10 മാസം കൂടി നമ്മുടെ മുൻപിൽ റാങ്ക് ലിസ്റ്റിനായിട്ടുണ്ട്. നിലവിൽ 417 അഡ്വൈസ് ആണ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത്. 417 അഡ്വൈസ്. കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 57 മാർക്കായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 770 പേരെയാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ മെയിൻ ലിസ്റ്റിന്റെ പകുതിയോടടുത്ത ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ അഡ്വൈസ് നേടിയിട്ടുണ്ട്. 57 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്. അപ്പൊ നമുക്ക് ഇത്തവണ ഒരു 60-ന് മുകളിലേക്കൊക്കെ മാർക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പഠിക്കാൻ. അത്ര വരുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത്രയും മാർക്ക് പ്രതീക്ഷിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇനി നോക്കിയേ, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ SBCID എന്ന് പറയുന്ന പോസ്റ്റ്, പോലീസിലേക്കുള്ള പോസ്റ്റാണ്. 3/6/2023 റാങ്ക് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റ് തീരേണ്ടിയിരുന്നത് 2/6/2026 അതായത് റാങ്ക് ലിസ്റ്റ് തീരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. നവംബർ വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്ക് ഒരു നീട്ടം ഉണ്ട്. അത് SBCIDക്കും ബാധകമായി വരും. 10/8/2026 ലാസ്റ്റ് അഡ്വൈസ് പോയി. ടോട്ടൽ 303 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ആകെ 303 അഡ്വൈസുകൾ SBCIDക്ക് പോയിട്ടുണ്ട്. 33 മാർക്കായിരുന്നു ലാസ്റ്റ് കട്ട് ഓഫ്. 1054 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? SBCIDക്കും കട്ട് ഓഫ് മനസ്സിലായി. പക്ഷേ ഈ ഒരു കട്ട് ഓഫ് നോക്കണ്ട, നമുക്ക് നല്ലൊരു കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിക്കാം. 50-ന് പുറത്തൊക്കെ നമുക്ക് കിട്ടണം. മാർക്ക് വാങ്ങുന്ന രീതിയിൽ, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഇനി നോക്കിയേ, ജൂനിയർ അസിസ്റ്റന്റ്, അതായത് KSEB, KSFE, KSEB പോലെയുള്ള പോസ്റ്റുകളിലേക്കാണ് എങ്കിൽ 13/3/2024 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് 2027 മൂന്നാം മാസം അവസാനിക്കണം. 2431 പേർക്ക് നിലവിൽ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. 43.33 ആയിരുന്നു കട്ട് ഓഫ് വന്നത്. 3785 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ KSRTC പോലെയുള്ള, KLDB പോലെയുള്ള, SFCK പോലെയുള്ള ബോർഡുകളിലേക്കാണ് എങ്കിൽ 29/1/2024 റാങ്ക് ലിസ്റ്റ് വന്നു. 955 വേക്കൻസികളിലേക്ക് നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 53.67 കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 53.67 1753 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് കട്ട് ഓഫ് മാർക്കുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ കട്ട് ഓഫുകൾ നമ്മൾ കണ്ടു. അത്യാവശ്യം നല്ല കട്ട് ഓഫുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. നിസാരമായിട്ട് കാണേണ്ട, നല്ല കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിക്കാം, നല്ല കോമ്പറ്റീഷൻ തന്നെ പ്രതീക്ഷിക്കാം. ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതുവരെയും തുടങ്ങിയിട്ടില്ല എങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വെയിറ്റ് ചെയ്യാതെ ഒരു പ്രിലിംസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ടൊരു മാർക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയം ഇതിനോടകം തന്നെ കഴിഞ്ഞു. ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വളരെ നന്നായി തന്നെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പുതിയ ഡേറ്റിൽ തന്നെ, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. എത്ര സമയമാണ് പ്രിപ്പറേഷന് വേണ്ടി ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്? മക്കളെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ 14/10/2026 പരീക്ഷ നടക്കുക. 14/10/2024 ഒക്ടോബർ മാസം 14 തീയതി. ഇനി 59ഓളം ദിവസമാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കാം. 59 ദിവസം. ഞാൻ എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ എടുത്തത്? മക്കളെ, ഇത് ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസം 16 തീയതി ആയിട്ടേ ഉള്ളൂ. ഈ മാസം നമുക്കിനിയും 15 ദിവസമുണ്ട്. ഈ മാസം നമുക്കിനി 15 ദിവസമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ മാസം 30 ദിവസം കിട്ടും. സെപ്റ്റംബർ 30 ദിവസം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ മാസം 14 പരീക്ഷ. നമ്മൾ 13 വരെ എടുക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 58 ദിവസം പ്രിപ്പറേഷന് വേണ്ടി കിട്ടും. 59ാമത്തെ ദിവസം എന്താണ്? പരീക്ഷയാണ്. 59ാമത്തെ ദിവസം പരീക്ഷയാണ്. ഇനി നോക്കിയേ, SBCID 28/10/2026 പരീക്ഷ നടക്കുക. 28 തീയതിയാണ് പരീക്ഷ. 66ാമത്തെ ദിവസം പരീക്ഷയാണ്. ഇനിയുള്ള 66ാമത്തെ ദിവസം എന്താണ്? പരീക്ഷയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം.
ഇനി നോക്കിയേ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSFE ഉൾപ്പെടുന്ന ലിസ്റ്റ് ആണ് എങ്കിൽ നവംബർ മാസം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഡേറ്റ് വന്നിട്ടില്ല. നവംബറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 70+ ദിവസം നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കും. ഉറപ്പായിട്ടും 70 ദിവസമെങ്കിലും കിട്ടും. 70+ ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി കിട്ടും. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSRTC ആണെങ്കിൽ അത് നവംബറിൽ തന്നെയാണ് പരീക്ഷ, ഡേറ്റ് വന്നിട്ടില്ല. 70+ ദിവസങ്ങൾ അവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് 70+ ദിവസങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കും. ഇനി നോക്കിയ മക്കളെ, എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അത് സെപ്റ്റംബർ മാസം ഡേറ്റ് ഫിക്സ് ചെയ്ത എക്സാം ആണ്. ആ ഡേറ്റ് ആണ് ഇപ്പൊ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. 17/11/2026. 2026 നവംബർ മാസം 17-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. 87 ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുന്നുണ്ട്. 87 ദിവസങ്ങൾ. ഇനി അസിസ്റ്റന്റ് ജയിലർ ആണെങ്കിൽ 11/11/2026 ആണ്. അസിസ്റ്റന്റ് ജയിലറും എക്സൈസ് ഇൻസ്പെക്ടറുമാണ് സെപ്റ്റംബറിൽ നിന്ന് നവംബറിലേക്ക് എക്സാമിനേഷൻ ഡേറ്റ് ചേഞ്ച് ചെയ്തത്. ഷോർട്ട് ലിസ്റ്റ് ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ അതിന്റെ കാരണമായിട്ട് പറയാം. ഷോർട്ട് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഷോർട്ട് ലിസ്റ്റുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ കാലതാമസം ഒക്കെ ഈ ഡേറ്റ് ചേഞ്ചിന് ഒരു കാരണമായേക്കാം. 81 ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, നിങ്ങൾക്ക് എന്തായാലും 50+ ഡേയ്സ് എല്ലാ പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഇനിയും നിങ്ങളുടെ മുൻപിലുള്ളത് ഇത്രയും സമയമാണ്. അപ്പൊ ഈ സമയം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെച്ച് താമസിപ്പിച്ച് പോയിട്ട് നിങ്ങളുടെ ആ സമയം, നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിപ്പറേഷൻ വളരെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 20% ഡിസ്കൗണ്ടോടുകൂടി ഇന്നുകൂടി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. 20% ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ നടക്കുകയാണ്. ഇന്നുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് ആണ്. നിലവിൽ ഒറിജിനൽ പ്രൈസ് 2499 രൂപയാണ്. നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നത് 500 രൂപ നിങ്ങൾക്ക് ഓഫ് കിട്ടും. 500 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ഓഫ് കിട്ടും. അതായത് ഏതാണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 1999 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഡിഗ്രി ലെവൽ ബാച്ചിൽ 3 പ്രധാനപ്പെട്ട ബാച്ചുകളുണ്ട്. ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമുള്ള ബാച്ച്, വളരെ റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു സ്റ്റഡി പ്ലാന്റെ സഹായത്തോടുകൂടി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫീസ് 1999 രൂപ മാത്രം കൊടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID ഈ 3 പരീക്ഷകൾക്കും വേണ്ടി പഠിക്കുന്നുണ്ട് എങ്കിൽ അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതേ ഫീസ് തന്നെയാണ് 1999. പക്ഷേ ആ ബാച്ചിൽ കുറച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് പഠിച്ചു പോവാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് സബ് ഇൻസ്പെക്ടർ ആണ്, SI ആണ്, പ്ലസ് എക്സൈസ് ഇൻസ്പെക്ടർ ആണ്, പ്ലസ് അസിസ്റ്റന്റ് ജയിലർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റുകളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിനും ഫീസ് ഇത് തന്നെയാണ്. നിലവിൽ 1999 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ബാച്ചുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾക്ക് ഏത് ബാച്ചാണോ വേണ്ടത് ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. സമയം ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്ത് കളയരുത്. അവസരം നിങ്ങളുടെ മുൻപിലേക്ക് ഇനി വരില്ല. 50 ദിവസം നിങ്ങൾ എയിം ചെയ്താൽ മതി. ആ 50 ദിവസത്തിനുള്ളിൽ നല്ലൊരു രീതിയിൽ സിലബസ് പഠിച്ച് റിവൈസ് ചെയ്ത് എക്സാമുകൾ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പറ്റണം. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടാവും. A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് കിട്ടും. എക്സാമുകൾ ഡെയിലി ടോപ്പിക്കുകൾ തീരുമ്പോഴുള്ള എക്സാമുകളും വീക്ക്ലി എക്സാമുകളും കാണും. കൃത്യമായിട്ടുള്ളൊരു റിവിഷൻ പാറ്റേൺ ഉണ്ട്. സബ്ജക്റ്റ് വൈസ് ഉള്ള റിവിഷനുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ബാച്ചുകളിൽ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ റിവിഷൻ സീരീസ് കിട്ടും. SCRT കണ്ടന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. NCRT കണ്ടന്റ് കൃത്യമായിട്ട് കിട്ടും. കൃത്യമായിട്ടുള്ളൊരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും നിങ്ങൾക്ക് ഒരു ടെലഗ്രാം സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ഈ ബാച്ചിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 വഴികൾ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 8281 223366 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കാം. ഇനി അതല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഒരു ഗൂഗിൾ ഫോം താഴെയുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത് എന്നൊന്ന് കൊടുത്താൽ വളരെ കാര്യമായിട്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിക്കോടാം. നമുക്ക് ക്ലാസ്സിൽ കാണാം.